ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ, മഹാനായ പൗലോസ്, ഭാഗം 225. ഒരു തടവുകാരനായിട്ടാണ് പൗലോസിനെ റോമിൽ കൊണ്ടുവന്നതെങ്കിലും ജയിലിലല്ല പൗലോസിനെ പാർപ്പിച്ചത്. പൗലോസിനെ കൂട്ടിക്കൊണ്ടുവന്ന റോമൻ ശതാധിപൻ്റെ സൽസ്വഭാവ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം പൗലോസിന് ഒരു വാടക വീട്ടിൽ ഒരു പടയാളിയോടുകൂടെ വേറിട്ട് താമസിക്കുവാൻ സാധിച്ചത്. ഒരു പടയാളിയുടെ ഒരു കൈയും പൗലോസിൻ്റെ ഒരു കൈയും തമ്മിൽ ബന്ധിച്ചാണ് ആ വീട്ടിൽ പാർത്തിരുന്നത്. എങ്കിലും യഥാർത്ഥ കാരാഗ്രഹ ജീവിതവുമായി ഒത്തുനോക്കുമ്പോൾ ഇതൊരു വീട്ടുതടങ്കലിലുള്ള ഒരു സ്വതന്ത്ര ജീവിതമായിരുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ആ വീട്ടുവളപ്പ് വിട്ട് വെളിയിൽ പോകുവാൻ പൗലോസിന് സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല എന്ന് മാത്രം. അതെ, ഒരു റോമൻ മിലിറ്ററി ക്യാമ്പിന് സമീപം വാടകയ്ക്കെടുത്തൊരു വീട്ടിൽ കണങ്കൈ ഒരു പടയാളിയുടെ കൈയുമായി ബന്ധിക്കപ്പെട്ട് അതേസമയം വേണ്ടുവോളം ആഭ്യന്തര സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് പൗലോസ് 2 വർഷത്തോളം റോമാനഗരിയിൽ താമസിക്കാനായിരുന്നു ദൈവ നിശ്ചയം. ഈ തടവിനെ ഒരു വീട്ടുതടങ്കൽ എന്ന് വിളിച്ചാൽ മാത്രം മതിയാകും. പൗലോസിൻ്റെ കാലത്തെ റോമിനെക്കുറിച്ച് നാം അല്പം അറിഞ്ഞിരിക്കുക. ഇതേക്കുറിച്ച് അഗസ്റ്റസ് സീസർ പറഞ്ഞൊരു വാക്കുണ്ട്: ഇഷ്ടികമയമായ റോമിനെയാണ് അന്ന് ഞാൻ കണ്ടത്, എന്നാൽ ഞാനതിനെ മാർബിൾ മയമാക്കി എന്ന്. പറഞ്ഞതിൽ അതിശയോക്തിയുണ്ടെങ്കിലും പല നിർമ്മാണ പ്രവർത്തനങ്ങളും അദ്ദേഹം റോമിൽ ചെയ്തിരുന്നു. അഗസ്റ്റസ് മരിക്കുമ്പോൾ പൗലോസിന് 14 വയസ്സ് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇന്ന് പൗലോസിൻ്റെ പ്രായം 60 വയസ്സോളം എത്തിയിരിക്കുന്നു. ഇതിനകം റോമൻ സാമ്രാജ്യത്തെ ടൈബീരിയസ്, അതുപോലെ കാളിഗുള, ക്ലോഡിയസ് എന്നീ ചക്രവർത്തിമാർ ഭരിച്ചു കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഭരിക്കുന്നത് നീറോ ചക്രവർത്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഭരണം ഇപ്പോൾ 6ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇതിനകം റോമിൽ പല സ്മാരകങ്ങളും ക്ഷേത്രങ്ങളും പൊതുസൗധങ്ങളും ഉണ്ടായി വന്നിട്ടുണ്ട്. എന്നാൽ നഗരത്തിൻ്റെ നല്ലൊരു ഭാഗം AD 64 കത്തി നശിച്ചു. അതുകൊണ്ട് പൗലോസ് കണ്ട റോമിൽ, അതായത് AD 60 എന്തെല്ലാം കെട്ടിടങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്ന് വ്യക്തമായി പറയുവാൻ കഴിയുകയില്ല. പുരാതന റോമിൻ്റെ അഭിമാനമായി ഇന്ന് കാണുന്ന പാന്തിയൻ, ടൈറ്റസ്, കോൺസ്റ്റന്റൈൻ എന്നിവരുടെ വിജയമാനങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട്. അതുപോലെ കൊളോസിയം എന്നിവയൊക്കെയും പൗലോസിൻ്റെ കാലത്തിന് ശേഷം ഉണ്ടായതാണ്. റോമൻ സൈന്യാധിപനും കോൺസിലുമായിരുന്ന അഗ്രിപ്പ BC 27 മുൻകൈയെടുത്ത് പണിതതാണ് സർവ്വദേവ ആരാധനാലയമായ പാന്തിയൻ. എന്നാൽ അത് നശിപ്പിക്കപ്പെട്ടു. ഇന്ന് കാണുന്ന പാന്തിയൻ ഹാഡിയൻ ചക്രവർത്തിയുടെ കാലത്ത് പണിതതാണ്. റിപ്പബ്ലിക്കൻ ഭരണകാലത്ത്, അതായത് പോംപിയും ജൂലിയസ് സീസറും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധത്തിന് മുമ്പ് റോമിലെ സാധാരണക്കാരുടെ വസതികൾ വളരെ താണ തരത്തിലുള്ളതായിരുന്നു. എന്നാൽ റോമൻ സൈനിക നേതാക്കൾ പിടിച്ചടക്കിയ രാജ്യങ്ങളിൽ നിന്നും ധനം റോമിലേക്ക് ഒഴുകുവാൻ തുടങ്ങിയപ്പോൾ പുതിയ ധനിക വർഗം റോമിലുണ്ടാകുകയും പുതിയ വില്ലകൾ ധാരാളം ഉണ്ടാകുകയും ചെയ്തു. അതേസമയം ദരിദ്രരായി തന്നെ തുടർന്നു വന്നിരുന്നു. അവരുടെ ജീവിത സൗകര്യങ്ങളും അങ്ങനെ തന്നെ. പുതുതായി വന്നിരുന്ന പണം പൊതുമരാമത്ത് പണികൾ ചെയ്യുവാൻ ചക്രവർത്തിമാർക്ക് അത് വക നൽകി. അഗസ്റ്റസും ക്ലോഡിയസും അത്തരത്തിലുള്ള പണികൾ ചെയ്യുകയുണ്ടായി. അതുപോലെ അക്വഡക്റ്റുകളും പുതിയ ഓടകളും അവർ നിർമ്മിച്ചു. കൂടാതെ പലയിടങ്ങളിലും ബസിലിക്കകൾ ഉണ്ടായി വന്നു. പിൽക്കാലത്തെ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് ഇവ മാതൃകയായി എന്നുള്ളത് മറ്റൊരു കാര്യം. മറ്റൊന്ന് വേദനാജനകമായൊരു കാര്യമാണ് റോമിലെ പൗരന്മാർ. അവർ ക്രൂരതയിൽ ആഹ്ലാദം കൊള്ളുന്ന ഒരുതരം കായിക സംസ്കാരം വളർത്തിയെടുത്തിരുന്നു. റോമിലെ കളിയരങ്ങുകളിൽ ഗ്ലാഡിയേറ്റോറിയൽ പോരാട്ടം കണ്ട് അവർ ആനന്ദിച്ചിരുന്നു. അതായത് ദ്വന്ദ്വ യുദ്ധത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നത്, വന്യമൃഗങ്ങൾ ഒരു മനുഷ്യനെ കടിച്ചു കീറുന്നത്, ഇങ്ങനെയുള്ള കാഴ്ചകൾ അവരെ ആനന്ദത്തിൽ ആറാടിച്ചിരുന്നു. AD 54 ക്ലോഡിയസ് മരിച്ചപ്പോൾ റോമിൻ്റെ ചക്രവർത്തിയായി നീറോ ഭരണമേറ്റു. ഇഗ്നിയസ് ഡൊമിഷ്യസ് അഹനോ ബാർബസിൻ്റെയും ടൈബീരിയസിൻ്റെ ദത്തുപുത്രനായ ജെർമിനിക്കാസിൻ്റെ മകൾ അഗ്രിപ്പാനയുടെയും മകനായി AD 37 ഡിസംബർ 15 നീറോ ജനിച്ചു. ഈ അഗ്രിപ്പാന കാളിഗുളയുടെ സഹോദരിയുമായിരുന്നു. തുടർന്ന് അർത്ഥഭാഗത്തേക്ക് വരാം.